ഒക്കെയുള്ളപ്പോഴും ഹാം റേഡിയോയുടെ പ്രചാരം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ലൈസൻസ് സ്വന്തമായാൽ പ്രതിവർഷം വെറും 10 രൂപയ്ക്ക് ഹാം റേഡിയോയിലൂടെ ലോകത്തിന്റെ ഏത് കോണിലേക്കും ആശയവിനിമയം നടത്താം. ലോകം മുഴുവൻ നെറ്റ്വർക്കുള്ള വിനോദമാണ് ഹാം ക്ലബിലെ അംഗങ്ങൾക്ക് ഹാം റേഡിയോ എന്ന അമച്വർ റേഡിയോ. ജാതി, മതം, വർണ്ണം, ഭാഷ എന്നിങ്ങനെയുള്ള യാതൊരു വേർതിരിവും ഹാം റേഡിയോക്കില്ല. VVIPയും സാധാരണക്കാരനും ഹാം കുടക്കീഴിൽ തുല്യർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയിലും സോണിയാഗാന്ധിയിലും തുടങ്ങി കമലഹാസൻ, മമ്മൂട്ടി എന്നിവർ വരെ ഹാം ക്ലബിലെ അംഗങ്ങളാണ്. ക്ലബ് അംഗങ്ങൾ പരസ്പരം സംബോധന ചെയ്യുന്നത് പേരുപയോഗിച്ചല്ലെന്നതാണ് ഒരു പ്രത്യേകത. ഓരോരുത്തർക്കും ഓരോ കോഡ്. കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് നടത്തുന്ന എഴുത്തു പരീക്ഷ ജയിച്ചാൽ മാത്രമേ കോഡ് ലഭിക്കുകയുള്ളൂ. 10 രൂപ ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ 12 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും പരീക്ഷ എഴുതാം. ഹാം റേഡിയോ ക്ലബിലെ അംഗവുമാകാം. ഞാൻ 94-ലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒത്തിരി സുഹൃത്തുക്കളെ ഏത് സ്റ്റേറ്റിൽ പോയാലും എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. കാരണം VA2INS എന്ന് പറയുമ്പോൾ അങ്ങനെ പണ്ടുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബാൻഡിൽ സംസാരിക്കുകയും ആക്ടിവിറ്റീസിൽ നിൽക്കുന്നതുകൊണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധം, അങ്ങനെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരുന്ന സന്ദർഭങ്ങളിലും ഹാം റേഡിയോ പ്രവർത്തനക്ഷമമായിരിക്കും. ചില നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ ഹാം റേഡിയോയിലൂടെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുകയുള്ളൂ. രാജ്യതാൽപര്യങ്ങൾ ഹനിക്കുന്നതോ ജാതി മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോ ആയ യാതൊരു സന്ദേശവും കൈമാറാൻ പാടില്ലെന്നതാണ് ഒരു നിബന്ധന. നമ്മൾ അതിനെ ഏറെ കൂടെ പറയുമ്പോൾ അത് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവർ അവിടെ ഒരു സ്റ്റേഷൻ സ്ഥാപിച്ചിട്ട് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ കിട്ടുകയും ചെയ്യും. ഹൈ ഫ്രീക്വൻസി ട്രാൻസീവർ, VHF ബേസ്, SWR മീറ്റർ, വാക്കി ടോക്കി എന്നിവ ഉണ്ടെങ്കിൽ ഹാം റേഡിയോ ലൈസൻസ് ഉള്ള ആർക്കും റേഡിയോ സ്റ്റേഷനും തുടങ്ങാം. സ്വന്തം സൗഹൃദ വലയം വികസിപ്പിക്കുന്നതിനൊപ്പം നാടിന് ഗുണകരമായ കുറേയധികം കാര്യങ്ങൾ ചെയ്യാനും ഹാം റേഡിയോ വിനോദത്തിലൂടെ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാവണം ദിനംപ്രതി ഹാം റേഡിയോയുടെ പ്രചാരം വർദ്ധിക്കുന്നതും. BS ജോയ്, മനോരമ ന്യൂസ്, കൊല്ലം. ഒരിടവേള കൂടി.